അധികാര വിഭജനം. ഏഴാം പട്ടികയിലാണ് അധികാര വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. യൂണിയൻ ലിസ്റ്റ്. കേന്ദ്ര ഗവൺമെന്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ ഒരു പട്ടികയാണിത്. യൂണിയൻ ലിസ്റ്റിൽ കേന്ദ്ര ഗവൺമെന്റിനു മാത്രമേ അധികാരമുണ്ടായിരിക്കുകയുള്ളൂ. ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഇതിൽ 97 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. യൂണിയൻ ലിസ്റ്റിന് ഉദാഹരണമാണ് വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം. സംസ്ഥാന ലിസ്റ്റ്. സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണിത്. സംസ്ഥാന ലിസ്റ്റിലെ അധികാരം സംസ്ഥാന ഗവൺമെന്റുകൾക്കാണ്. തുടക്കത്തിൽ ഇതിൽ 66 വിഷയങ്ങളുണ്ടായിരുന്നു. യൂണിയൻ ലിസ്റ്റിൽ 97 വിഷയങ്ങൾ, സംസ്ഥാന ലിസ്റ്റിൽ 66 വിഷയങ്ങൾ. ഉദാഹരണം: കൃഷി, ജയിൽ, പോലീസ്, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയവ. ഉദാഹരണങ്ങളാണ് കൃഷി, ജയിൽ, പോലീസ്, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയവ. സമവർത്തി ലിസ്റ്റ് അഥവാ കൺകറന്റ് ലിസ്റ്റ്. കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണിത്. തുടക്കത്തിൽ ഇതിൽ 47 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. കൺകറന്റ് ലിസ്റ്റിൽ 47 വിഷയങ്ങളാണുള്ളത്. കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയമാണ് കൺകറന്റ് ലിസ്റ്റ്. ഉദാഹരണം: വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ, വിവാഹം, ജനനമരണ രജിസ്ട്രേഷൻ മുതലായവ. കൺകറന്റ് ലിസ്റ്റുകൾക്കുദാഹരണമാണ് വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ, വിവാഹം, ജനനമരണ രജിസ്ട്രേഷൻ മുതലായവ. അവശേഷിക്കുന്ന അധികാരങ്ങൾ. മേൽപ്പറഞ്ഞ 3 അധികാര പട്ടികകളിലും ഉൾപ്പെടാത്തതായ വിഷയങ്ങളെ അവശേഷിക്കുന്ന അധികാരങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഇവയിലെ നിയമനിർമ്മാണ അധികാരം കേന്ദ്ര ഗവൺമെന്റിനാണ്. ഉദാഹരണം: സൈബർ നിയമങ്ങൾ. 3 ലിസ്റ്റുകളിലും ഉൾപ്പെടാത്ത അധികാരങ്ങളാണ് അവശേഷിക്കുന്ന അധികാരങ്ങൾ.